ഈ വാർത്തയിലേക്ക് അല്പം കഴിഞ്ഞ് തിരികെ എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. തത്സമയം അതിലേക്ക്. Tanasiga. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ SFI പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. പോലീസിന്റെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് രാജ്ഭവൻ കോമ്പൗണ്ടിനകത്തേക്ക്, രാജ്ഭവൻ വളപ്പിനകത്തേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് മാറുന്നു. രാജ്ഭവന്റെ വളപ്പിനകത്തേക്ക് SFI പ്രവർത്തകർ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ, കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം അത് ചാടിക്കടന്ന് അപ്പുറത്തെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് മാറിയിരിക്കുന്നു. ഭാരതാംബ വിവാദത്തിൽ SFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, തിരുവനന്തപുരത്ത് നിന്ന് രാജ്ഭവൻ വളപ്പിൽ SFI പ്രവർത്തകർ കയറിയോ? ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ രാജ്ഭവന് സമീപത്തേക്ക് ഓടിക്കയറുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ബാരിക്കേഡ് മുറിച്ചു കടന്ന് രാജ്ഭവന്റെ സമീപത്തേക്ക് പോകാൻ പോയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ ഓടിയെത്തി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഈ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന മാർച്ചായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സന്നാഹമെല്ലാം ഇവിടെ റെഡി ആയിരുന്നു എന്നുള്ളതാണ്. പ്രവർത്തകരെ ഈ രാജ്ഭവന് ഏറ്റവും മുന്നിൽ വെച്ച് തന്നെ പ്രവർത്തകരെ, സാധാരണഗതിയിൽ എവിടെ വെച്ചാണ് പ്രവർത്തകരെ തടയുന്നത് അവിടെ വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ പോലീസ് നേരത്തെ തന്നെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ, അത് 20-ലധികം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ സമീപം വരെ എത്തി. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം നടക്കുന്നു. തടയാൻ ശ്രമിച്ച പോലീസുകാരെ പ്രവർത്തകർ മർദ്ദിക്കുക, പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷമാണ്. പ്രവർത്തകരെ പോലീസ് തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടാകുന്നു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. രാജ്ഭവനിലേക്ക് എത്താൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് രാജ്ഭവന്റെ ഗേറ്റിന് തൊട്ട് മുന്നിലായിട്ട് പ്രവർത്തകർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ പ്രതിഷേധം. അതായത് രാജ്ഭവന്റെ അകത്തും SFI പ്രവർത്തകർ കയറിയിരിക്കുന്നു എങ്കിൽ അത് വലിയ വാർത്തയാണ്, വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഗവർണർക്ക് രാജ്ഭവന് മതിയായ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഗവർണറുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പരാതി പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. കാരണം രാജ്ഭവന്റെ സുരക്ഷ അത് പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിച്ചു. സംസ്ഥാന മന്ത്രിമാരടക്കം രാജ്ഭവനെതിരെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരിക്കുകയും അവരുടെ തന്നെ CPIMന്റെ വിദ്യാർത്ഥി സംഘടന നടത്തിയ പ്രക്ഷോഭത്തെ കൃത്യമായ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് തടയുന്നതിന് പകരം രാജ്ഭവന്റെ അകത്തേക്ക് വിദ്യാർത്ഥികളെ കടത്തിവിടാൻ കഴിയുന്ന രീതിയിൽ പോലീസിനെ ഉപയോഗിച്ചു എന്നൊക്കെ വേണമെങ്കിൽ രാജ്ഭവന്
വാർത്താക്കുറിപ്പിറക്കുകയോ ആ രീതിയിൽ രാജ്ഭവന് ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ മാറാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ രീതിയിൽ ആ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച പോലീസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ സൂര്യഗായത്രി? ഇത് സാധാരണഗതിയിൽ ഇത്രത്തോളം പ്രതിഷേധക്കാർ വലിയ സംഘർഷത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു കാര്യം പോലീസിന് അറിയില്ലായിരുന്നു. പക്ഷേ വലിയ പോലീസ് സന്നാഹത്തെയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നു എന്ന വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ രാജ്ഭവന്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമ്പോൾ ഒരു പരിധിയിൽ എത്തുമ്പോൾ തന്നെ മാർച്ചിനെ പ്രവർത്തകരെ തടയാറുണ്ട് പോലീസ്. സാധാരണഗതിയിൽ എന്ന പോലെ ഇത്തവണയും അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി സജ്ജമായിരുന്നു പോലീസ് പ്രവർത്തകർ. അത് ഒട്ടനവധി പോലീസുകാർ ഈ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട്, അതായത് പ്രവർത്തകർ വന്ന ഉടൻ തന്നെ ഈ ബാരിക്കേഡ് അതെ, നമ്മളിപ്പോൾ മുഴുവൻ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന രണ്ട് ശീർഷകങ്ങളെക്കാൾ ഉപരി പ്രധാനപ്പെട്ട ശീർഷകമായിട്ട് മാറേണ്ടത് SFI പ്രവർത്തകർ രാജ്ഭവൻ അകത്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ശീർഷകം. അതാണ് ഭാരതാംബ വിവാദം, SFI മാർച്ചിൽ സംഘർഷം. അതേപോലെ തന്നെ ഈ രണ്ട് ശീർഷകങ്ങളെക്കാൾ ഉപരി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ശീർഷകം എന്ന് പറയുന്നത് SFI പ്രവർത്തകർ രാജ്ഭവൻ വളപ്പിൽ എന്നുള്ളതാണ്. ആ ബാരിക്കേഡുകൾ മറികടന്ന് SFI പ്രവർത്തകർ രാജ്ഭവന്റെ വളപ്പിനകത്ത് പ്രവേശിച്ചു എന്നുള്ള നിലയ്ക്കുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ശീർഷകമായിട്ട് മാറേണ്ടത്. സൂര്യഗായത്രി, തുടരാം. രാജ്ഭവന് അകത്തേക്ക് കയറാൻ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. രാജ്ഭവന്റെ സമീപത്ത് എത്താനും പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ബാരിക്കേഡ് മറികടന്ന ഒരു പരിധിവരെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും പോലീസ് പ്രവർത്തകരെ തടയുകയാണ് ചെയ്തത്. അതിനിടയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടായിരുന്നു. പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിടുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും SFI നടത്തുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം നടത്താൻ ഒരുങ്ങി തന്നെയാണ് പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിന് എവിടെ വെച്ചാണ് തടഞ്ഞത് അവിടെ നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധിക്കാതെ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവൻ ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രവർത്തകർ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വെച്ച് പോലീസ് തടയുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കടുത്ത എതിർപ്പ് ഭാരതാംബ വിഷയത്തിൽ SFI ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും ഉയർത്തുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിയ പ്രതിഷേധ രംഗങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. വലിയ പ്രതിഷേധങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ സർവകലാശാല പാലിവൽക്കരിക്കാനുള്ള ശ്രമം ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് അത്തരത്തിൽ വലിയ പ്രതിഷേധം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടത്തുന്നത്. ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ച വിഷയം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ASFന്റെയും DYFയുടെയും പ്രതിഷേധം കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അതിലും വലിയ രോക്ഷം SFI പ്രവർത്തകർക്കുള്ളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. രാജ്ഭവൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രവർത്തകർ വന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പോലീസ് കൃത്യസമയത്ത് ഇടപെടുകയും പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും ചെയ്തതോടെയാണ് രാജ്ഭവന്റെ സമീപത്തേക്ക് പ്രവർത്തകർക്ക് എത്താൻ കഴിയാതെ പോയത്. അതോടുകൂടി പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയാണ്. അവരുടെ കയ്യിൽ നമുക്ക് കാണാം മഹാത്മാഗാന്ധിയുടെ ഉൾപ്പെടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. നേരത്തെയും കേരള സർവകലാശാലയിൽ ഗവർണർക്കെതിരെ 2 ദിവസം മുമ്പും SFI പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിലാണ് രാജ്ഭവനിലേക്കും SFI പ്രവർത്തകരുടെ പ്രതിഷേധം. അവരുടെ കയ്യിൽ ഗാന്ധിയുടെ പടമുണ്ട്. അതുപോലെ തന്നെ ഗവർണർക്കെതിരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബാനർ പ്രവർത്തകരുടെ കയ്യിൽ നമുക്ക് കാണാൻ കഴിയും. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ ഇപ്പോൾ നടത്തുകയാണ് എന്നുള്ളതാണ്. കേരള സർവകലാശാലയിൽ ബാനർ ഉയർത്താൻ പോലീസ് തടസ്സം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ വലിയ പ്രതിഷേധത്തിനൊടുവിൽ അത്തരത്തിലൊരു ബാനർ ഒക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും എന്നുള്ള ബാനറാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രസംഗത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഭരണഘടന അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നത്. ഭരണഘടന പഠിപ്പിക്കുമെന്ന് എഴുതിയ ബാനർ സമീപത്ത് തന്നെ ഭരണഘടനയുടെ പടമുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കയ്യിൽ മഹാത്മാഗാന്ധിയുടെ പടമുണ്ട്. പ്രതിഷേധം ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ. അതെ, ഭരണഘടന ഗവർണറെ പഠിപ്പിക്കും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, ഒരു വിദ്യാർത്ഥി സംഘടന ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട
വളരെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഗവർണറോട് ഗവർണർക്ക് ഭരണഘടന അറിയില്ല എങ്കിൽ, ഭരണഘടന പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ, ആ ഭരണഘടന അറിയില്ല എങ്കിൽ ഞങ്ങളത് പഠിപ്പിച്ചു തരാം, വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് പോലും അറിയാവുന്ന ഒന്നാണ് BR അംബേദ്കറുടെ ഭരണഘടന, ആ ഭരണഘടനയുടെ ആമുഖവാക്യങ്ങൾ എങ്കിലും പഠിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന നിലയ്ക്കാണ് SFI പ്രവർത്തകർ ഇപ്പോൾ അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് എന്താണോ ഗവർണർ പഠിക്കേണ്ടത് അത് പഠിക്കാൻ ഗവർണർ തയ്യാറല്ല എങ്കിൽ ഞങ്ങളത് പഠിപ്പിച്ചു തരാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. തൽക്കാലത്തേക്ക് ബാരിക്കേഡ് മറികടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് SFI പ്രവർത്തകർ പിൻവാങ്ങി അവർ ശാന്തമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇനി പ്രതിഷേധം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലേ സൂര്യഗായത്രി? ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധക്കാർ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. ബാരിക്കേഡിന് അപ്പുറത്തുണ്ടായിരുന്ന പ്രവർത്തകരും ഇവിടേക്ക് ഇപ്പോൾ എത്തുകയാണ്. എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് തന്നെ വലിയ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എവിടെയാണോ ഈ സമരം